ഹായ് ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. സോ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് എന്തായിരുന്നു, കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ആ ക്രിയേറ്റ് ചെയ്തത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നുകൂടെ ഒന്ന് വരച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, LR പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ LR പാഴ്സിംഗ് ടേബിൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം LR പാഴ്സിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ കാനോണിക്കൽ കളക്ഷൻ ഓഫ് LR0 ഐറ്റംസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇതിന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓരോ സെറ്റ് ഓഫ് ഐറ്റംസിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. I0, I1, I2, I3, I4, I5, I6. ഓക്കെ, അങ്ങനെ 0 to 6 എന്ന് പറഞ്ഞാൽ 7 ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെ ടോട്ടൽ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഓരോന്നിനും ഇവിടെ പേര് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം പേര് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നതാണ്, നമ്മൾ ആ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് നമ്മുടെ LR0 നമ്മുടെ പാഴ്സിംഗ് ടേബിൾ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ LR0 പാസിംഗ് ടേബിൾ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ LR0 പാസിംഗ് ടേബിൾ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ 0 തൊട്ട് 6 വരെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കൊടുത്ത പേരുണ്ടല്ലോ, നെയിം ചെയ്തായിരുന്നല്ലോ, I0 മുതൽ I6 വരെ. ഓക്കെ, സോ അതാണ് ഞാനിവിടെ 0, 1, 2, 3 അപ് ടു 6 വരെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ. അപ്പം ഇനി നോക്കുക, ഇവിടെ നമ്മുടെ LR പാസിംഗ് ടേബിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് രണ്ടായിട്ട് നമ്മൾ പാസിംഗ് ടേബിളിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ സെക്ഷനും രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഗോ ടു സെക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ആക്ഷനകത്ത് വരുന്നത് എന്താണ്, ആക്ഷനകത്ത് വരുന്നത് നമ്മുടെ ടെർമിനൽ സിമ്പിൾസ് ആണ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ഇതായിരുന്നല്ലോ, ഇതായിരുന്നു നമ്മുടെ ഫുൾ ഗ്രാമർ. നമ്മൾ ആദ്യമേ തന്ന ക്വസ്റ്റിനകത്ത് ഗ്രാമർ ഇതായിരുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ടെർമിനൽ സിമ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, എയും ബിയും പിന്നെ ഡോളർ നമ്മൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എയും ബിയും ഡോളറുമാണ് നമ്മുടെ ടെർമിനൽ സിമ്പിൾസ്. ഇനി നോൺ ടെർമിനൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ എയും ക്യാപിറ്റൽ ലെറ്റർ എസും ആണ് നമ്മുടെ നോൺ ടെർമിനൽ. അപ്പോൾ നോൺ ടെർമിനൽസ് നമ്മൾ ഗോ ടു സെക്ഷനിലാണ് എഴുതുന്നത്. ടെർമിനൽ സിമ്പിൾസ് ഒക്കെ നമ്മൾ ആക്ഷൻ സെക്ഷനിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമ്മുടെ LR0 പാസിംഗ് ടേബിളിന്റെ ഓവറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് എൻട്രി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സീറോയെ കൺസിഡർ ചെയ്യുക. സീറോ എന്ന് പറയുന്നത് എന്താ, I0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പഴയ നമ്മുടെ ആ ഒരു LR0 കളക്ഷൻ ഓഫ് ഐറ്റംസിലേക്ക് വന്നു കഴിഞ്ഞാൽ I0 ഇതാണ് നമ്മുടെ I0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, I0യിൽ നിന്ന് എസ് വഴിയാണ് നമ്മൾ I1ലേക്ക് പോകുന്നത് അല്ലേ. I0യിൽ നിന്ന് എസ് വഴി നമ്മൾ I1ലേക്ക് പോയല്ലോ അല്ലേ, അങ്ങനെയല്ലേ ഈ കൊടുത്തേക്കുന്നത്. I0യിൽ നിന്ന് എസ് വഴി നമ്മൾ I1ലേക്ക് പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എൻട്രി കൊടുക്കുമ്പോഴത്തേക്കിനും ഈ I0യിൽ നിന്ന് എസ് എവിടെയാണ്, എസ് ഇപ്പുറത്ത് ഈ ഗോറ്റു ആണ് അല്ലേ. ഗോറ്റുവിലാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത്. അപ്പം എസ് വഴി എങ്ങോട്ടാ പോയത്, I1ലേക്കാണ് പോയത്. I1ലേക്ക് പോയത് കൊണ്ട് ഞാൻ എസിനടിയിൽ എന്ത് എഴുതി, 1 എന്ന് എഴുതി. ഓക്കെ, കാരണം I1 I എന്ന് എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് 1 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ I1ലേക്കാണ് പോയത്. അപ്പം I0 വഴി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ I0യിൽ നിന്ന് എസ് വഴി നമ്മൾ 1ലേക്ക് പോയി. കിട്ടിയില്ലേ. ഇനി അടുത്ത I0യുടെ ട്രാൻസ്ഫർ എങ്ങനെയാണ്, I0 നോക്കി കഴിഞ്ഞാൽ I0യിൽ നിന്ന് എ വഴി എങ്ങോട്ടാ പോയത്, I2ലേക്കാണ് പോകുന്നത്. I0യിൽ നിന്ന് എ വഴി I2, എ ക്യാപിറ്റൽ ആണ്. അപ്പോൾ I0യിൽ നിന്ന് എ വഴി നമ്മൾ I2ലേക്ക് പോയി. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ I0യിൽ നിന്ന് എ വഴി നമ്മൾ എങ്ങോട്ട് പോയി, I2വിലല്ലേ പോയത്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ നമുക്ക് 2 എഴുതാം, 2 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്, ഇനി വീണ്ടും നോക്കിയേ, I0യിൽ നിന്ന് ക്യാപിറ്റൽ എ വഴി. ഓക്കെ, I0യിൽ നിന്ന് സ്മോൾ ലെറ്റർ എ വഴി. ഓക്കെ, അടുത്ത സ്മോൾ ലെറ്റർ എ ആണ്. ഇത് സ്മോൾ ലെറ്റർ ആണ്, അതായത് ടെർമിനൽ സിമ്പിൾ ആണ്, അത് ഓർക്കുക. I0യിൽ നിന്ന് സ്മോൾ ലെറ്റർ എ വഴി നമ്മൾ I3യിലേക്കാണ് പോയത് അല്ലേ. അപ്പം ഈ സ്മോൾ ലെറ്റർ വരുന്ന കേസിൽ നമ്മളവിടെ എസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, അതായത് ഷിഫ്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ, I0യിൽ നിന്ന് എ വഴി I3യിലേക്കല്ലേ പോയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I0യിൽ നിന്ന് സ്മോൾ എ വഴി നമ്മൾ ഇവിടെ പോയി I3യിലേക്ക് പോയി. അപ്പം S3 എന്നാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ ഈ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷിഫ്റ്റ് എന്നാണ്. ഓക്കെ, ഷിഫ്റ്റ് 3 എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് S3 എന്ന് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നോക്കിയേ, ഇനി അടുത്ത I0യിൽ നിന്ന് നമ്മൾ സ്മോൾ ലെറ്റർ ബി വഴി എങ്ങോട്ടാ പോയത്, I4ലേക്കാണ് പോയത് അല്ലെ. I0യിൽ നിന്ന് സ്മോൾ ലെറ്റർ ബി വഴി I4ലേക്ക് പോയി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം, ഷിഫ്റ്റ് 4 എന്ന് എഴുതണം അല്ലെ. സ്മോൾ ലെറ്റർ ബി വഴി അല്ലേ, അപ്പോൾ ഷിഫ്റ്റ് 4 എന്ന് എഴുതി. അപ്പോൾ ഇവിടെ S4 എന്ന് വന്നു, കണ്ടോ.
അപ്പോൾ നമ്മുടെ I0 എല്ലാം കഴിഞ്ഞില്ലേ? നോക്കിയേ, I0 എല്ലാം കഴിഞ്ഞു. I0 നിന്ന് S വഴി I1ലേക്ക് പോയി, അത് നമ്മൾ എഴുതി. ക്യാപിറ്റൽ എ ലെറ്റർ വഴി I2ലേക്ക് പോയി, അത് നമ്മൾ എഴുതി. I0യിൽ നിന്ന് എന്ത് ചെയ്യും, സ്മോൾ ലെറ്റർ എ വഴി I3ലേക്ക് പോയി, അത് നമ്മൾ എഴുതി. I0യിൽ നിന്ന് സ്മോൾ ലെറ്റർ ബി വഴി I4ലേക്ക് പോയി. ഓക്കെ, അത് നമ്മൾ എഴുതി. അപ്പം I0യുടെ എല്ലാം നമ്മൾ തീർത്തില്ലേ? ഇനി നമ്മൾ I1ലേക്ക് വന്നേ. I0 കഴിഞ്ഞാൽ I1ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കിയേ, I1 എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റത്തിന്റെ പ്രത്യേകത എന്താ? ഇതൊരു ഫൈനൽ ഐറ്റം ആണ് അല്ലെ? ഫൈനൽ ഐറ്റം ആണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ തന്നിരിക്കുന്ന എന്താണ്? ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ആണ് അല്ലെ? നമ്മൾ ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ആദ്യം കൊടുക്കുമല്ലോ, S ഡാഷ് ടെൻസ് ടു ഡോട്ട് എസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ S ഡാഷ് ടെൻസ് ടു എസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ കൊടുത്തില്ലായിരുന്നു. സോ ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ആണ് ഇത്. ഈ ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ എന്തിനാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അക്സെപ്റ്റ് സ്റ്റേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അക്സെപ്റ്റ് സ്റ്റേറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, I1ന്റെ കേസിൽ എന്താ വന്നത്? I1ന്റെ കേസിൽ ഇവിടെ ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ആണ് വന്നത്. ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫൈനൽ ഐറ്റം, ഇത് ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ഫൈനൽ ഐറ്റം ആണിത് അല്ലെ? ഫൈനൽ ഐറ്റം, കാരണം എസ് കഴിഞ്ഞിട്ടല്ലേ ഡോട്ട് വന്നേക്കുന്നത്, ഡോട്ട് ലാസ്റ്റ് അല്ലേ കിടക്കുന്നത്. അപ്പൊ ഇത് ഫൈനൽ ഐറ്റം ആണ് അല്ലെ? അപ്പൊ ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ഫൈനൽ ഐറ്റം ആയിട്ട് വന്നതുകൊണ്ട് ഇതാണ് നമ്മുടെ അക്സെപ്റ്റിംഗ് സ്റ്റേറ്റിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? I1ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് എഴുതണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ എഴുതുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, I1ന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഡോളറിനടിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് എന്ന് എഴുതണം. അക്സെപ്റ്റ് ഉണ്ടോ? I1ന്റെ അവിടെ നമ്മൾ ഡോളറിനടിയിൽ അക്സെപ്റ്റ് എന്ന് കൊടുക്കണം. കാരണം എന്താ? അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് ആണ് നമ്മൾ അവിടെ വന്നത്. I1ന്റെ പ്രത്യേകത എന്തായിരുന്നു? I1ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ആണ്. ഓഗ്മെന്റഡ് പ്രൊഡക്ഷന്റെ ഫൈനൽ ഐറ്റം ആണ്. ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ കൊടുക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്, ഈ അക്സെപ്റ്റൻസ് സ്റ്റേറ്റ് എഴുതാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ I1 കഴിഞ്ഞു. ഇനി I2 നോക്കി. I2ന്റെ കേസ് വരുമ്പോൾ, I2ൽ നിന്ന് എ വഴി എങ്ങോട്ട് പോയി? I5ലേക്ക് പോയി അല്ലെ? I2ൽ നിന്ന് ക്യാപിറ്റൽ എ വഴി I5ലേക്ക് പോയി. സോ I2ൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ എ വഴി എങ്ങോട്ട് പോയി? I5ലേക്ക് പോയി. സോ എന്ത് ചെയ്യണം? ഈ എയുടെ അടിയിൽ I2ന്റെ അവിടെ, ഇപ്പൊ നമ്മൾ I2 അല്ലേ കൺസിഡർ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 5 എന്ന് എഴുതണം. ഇനി അടുത്ത I2ന്റെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കി. അടുത്ത I2ന്റെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. I2ൽ നിന്ന് ഇവിടെ ഈ ഒരു ബി ആണ് അല്ലെ? സ്മോൾ ലെറ്റർ ബി വഴി എങ്ങോട്ട് പോയി? I4ലേക്ക് പോയി. I2ൽ നിന്ന് ഇത് സ്മോൾ ലെറ്റർ ബി വഴി, സ്മോൾ ലെറ്റർ ബി വഴി നമ്മൾ എങ്ങോട്ട് പോയി? I4ലേക്ക് പോയി. I2ൽ നിന്ന് സ്മോൾ ലെറ്റർ ബി വഴി I4. ഓക്കെ, അപ്പോ I2ൽ നിന്ന് സ്മോൾ ലെറ്റർ ബി വഴി നമ്മൾ എവിടെ പോയി? I4 പോയി അല്ലെ? ഇപ്പം നമ്മൾ ആക്ഷന്റെ അവിടെ നമ്മൾ എപ്പോഴും ഷിഫ്റ്റ് എന്നേ എഴുതത്തുള്ളൂ. സോ S4 എന്നാണ് നമ്മൾ അവിടെ എഴുതുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് I2 എങ്ങനെയാ? I2ൽ നിന്ന് സ്മോൾ ലെറ്റർ ബി വഴിയാണ് നമ്മൾ പോയത് അല്ലെ? ഇനി I2ൽ നിന്ന് സ്മോൾ ലെറ്റർ എ വഴി എങ്ങോട്ട് പോയി? I3ലേക്ക് പോയി. സ്മോൾ ലെറ്റർ എ വഴി I3ലേക്ക് പോയി. സ്മോൾ ലെറ്റർ എ വഴി I3ലേക്ക് പോയി. I3 എന്ന് പറയുമ്പോൾ S3 വരും അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കിയേ. ഇനി I2ന്റെ കേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, I2ന്റെ കേസ് എല്ലാം കഴിഞ്ഞു അല്ലെ? വേറൊന്നുമില്ലല്ലോ. ക്യാപിറ്റൽ ലെറ്റർ എ എഴുതി, സ്മോൾ ലെറ്റർ ബി എഴുതി, സ്മോൾ ലെറ്റർ എ എഴുതി. ഓക്കെ, അപ്പം I2ന്റെയും കഴിഞ്ഞു. ഇനി I3 നോക്കിയേ. I3യുടെ പ്രത്യേകത എന്താ? I3ൽ നിന്ന് എന്താണ്? I3ൽ നിന്ന് ക്യാപിറ്റൽ ലെറ്റർ എ വഴി I6ലേക്ക് പോയി. I3ൽ നിന്ന് ക്യാപിറ്റൽ എ വഴി I6ലേക്കാണ് പോയത്. സോ I3ൽ നിന്ന് ക്യാപിറ്റൽ എ വഴി I6ലേക്ക് നമ്മൾ പോയി അല്ലെ? അപ്പോൾ ക്യാപിറ്റൽ എ അതുകൊണ്ട് ഇപ്പുറത്ത് വരും, അവിടെ നമ്മൾ 06 എന്ന് എഴുതും. ഓക്കെ, ഇനി I3ൽ നിന്ന് സ്മോൾ ലെറ്റർ എ വഴി I3ലേക്ക് തന്നെ. I3ൽ നിന്ന് സ്മോൾ ലെറ്റർ എ വഴി എങ്ങോട്ട് പോയി? സ്മോൾ ലെറ്റർ എ വഴി I3ലേക്ക് തന്നെ. സോ I3ൽ നിന്ന് സ്മോൾ ലെറ്റർ എ വഴി I3ലേക്ക് തന്നെ, അതായത് ഷിഫ്റ്റ് 3 എന്നാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഉണ്ട് അല്ലെ? സ്മോൾ ലെറ്റർ ബിയുടെ കേസ് ഉണ്ട് അല്ലെ? അപ്പം I3ൽ നിന്ന് സ്മോൾ ലെറ്റർ ബി വഴി, സ്മോൾ ലെറ്റർ ബി വഴി എങ്ങോട്ട് പോയി? I4ലേക്ക് പോയി. സ്മോൾ ലെറ്റർ ബി വഴി I4ലേക്ക് പോയി. I3ൽ നിന്ന് സ്മോൾ ലെറ്റർ ബി വഴി I4ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷിഫ്റ്റ് 4 എന്ന് വരും അല്ലെ? ഇവിടെ S4 വന്നു, ഷിഫ്റ്റ് 4 എന്ന് നമ്മൾ കൊടുത്തു. അപ്പൊ I3യും കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അപ്പൊ I3യുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നോക്കുക. ഇനി നമ്മൾ അപ്പൊ I1ഉം I2 I3 നമ്മൾ തീർത്തു. I1 കഴിഞ്ഞു, I2 കഴിഞ്ഞു, I3 കഴിഞ്ഞു. ഇനി എന്താണുള്ളത്? ഇനി നമുക്കുള്ളത് I4 ആണ്. I4ഉം I5ഉം I6ഉം ആണുള്ളത് അല്ലെ? ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ, ഈ I4ഉം I5ഉം I6ന്റെയും പ്രത്യേകത എന്താ? എല്ലാം ഫൈനൽ ഐറ്റമാണ് അല്ലെ? എല്ലാം ഫൈനൽ ഐറ്റംസ് അല്ലേ? അപ്പോൾ I4ഉം I5ഉം I6ഉം ഫൈനൽ ഐറ്റംസ് ആണ്. അപ്പം ഞാൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് I4 ആണ്.
I4ന്റെ കേസിൽ I4 എന്താണ് ഫൈനൽ ഐറ്റം ആണ് അല്ലെ. അപ്പൊ ഫൈനൽ ഐറ്റം വരുമ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ റെഡ്യൂസ് എന്നാണ് നമ്മൾ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പം I4ൽ ഫൈനൽ ഐറ്റം ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ ഈ I4ന്റെ ഈ ആക്ഷൻ സ്റ്റേറ്റിൽ നമ്മൾ ഫുൾ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യുക? നമ്മൾ റെഡ്യൂസ് എന്നുള്ളൊരു ഇതാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ 6 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് റെഡ്യൂസ് ചെയ്യുക കണ്ടോ, റെഡ്യൂസ് ചെയ്യുക. അതായത് I4 ഇവിടെ I4 എന്ത് ചെയ്തു? നമ്മൾ ഈ റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. അതായത് ഇത് ഫൈനൽ ഐറ്റം അല്ലേ. ഫൈനൽ ഐറ്റംസിന്റെ കേസിൽ നമ്മൾ 6 വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. റെഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഇതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ I4 അല്ലേ, അപ്പം R4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു എൻറ്റയർ ആക്ഷനകത്ത് ഫുൾ ആയിട്ടും കൊടുക്കണം. ആക്ഷന്റെ ആ ഒരു കോളം മൊത്തത്തിൽ അങ്ങനെ R4 എന്ന് കൊടുക്കുക. ഇനി I5 നോക്കിയേ. I5 നോക്കിയാൽ I5ന്റെ കേസ് നോക്കിയേ. I5 എന്ന് പറയുന്നത് എന്താണ്? എന്താണ്? ഇതൊരു ഫൈനൽ ഐറ്റം തന്നെയല്ലേ. അപ്പൊ ഫൈനൽ ഐറ്റം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെഡ്യൂസ് എന്നുള്ള മൂവ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഫൈനൽ ഐറ്റത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഡോട്ട് ഏറ്റവും ലാസ്റ്റ് അല്ലേ കിടക്കുന്നത്. അതിന്റെ മീനിങ് എന്താ? അത് എല്ലാം കണ്ടു എന്നുള്ളതാണ്. ഓൾറെഡി പാസർ എല്ലാം കണ്ടു, ഇനി അതിനെ റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം എ ഫുൾ ആയിട്ട് കണ്ടു, ഇനി ആ എ എന്ത് ചെയ്യാം? എസിലേക്ക് റെഡ്യൂസ് ചെയ്യാവുന്നതാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ I5 ഇപ്പൊ ഇത് റെഡ്യൂസ് മൂവ് ആണ്. I5ന്റെ അവിടെ എന്ത് ചെയ്യണം? R5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് മൂവ് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ R5 എല്ലായിടത്തും കൊടുക്കണേ. R5 കണ്ടോ, റെഡ്യൂസ്. ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്. എന്താണത്? നമ്മുടെ I6 ആണ്. I6ന്റെ എന്താണ്? ഇതും എന്താണ്? ഫൈനൽ ഐറ്റം ആണ് അല്ലെ. ഫൈനൽ ഐറ്റത്തിന്റെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എയും കണ്ടു, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി അതിനെ എന്ത് ചെയ്യാം? ക്യാപിറ്റൽ എയിലേക്ക് റെഡ്യൂസ് ചെയ്യാമെന്നാണ് ഈ പറയുന്നത് അല്ലെ. അതാണ് ഇതിന്റെ മീനിങ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ റെഡ്യൂസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ I6ന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റെഡ്യൂസ് മൂവ് ആണ് കൊടുക്കേണ്ടത് അല്ലെ. ഇവിടെ നമ്മൾ റെഡ്യൂസ് മൂവ്, അതായത് R6 എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡ്യൂസ് മൂവ് നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് നമ്മുടെ പാഴ്സിംഗ് ടേബിൾ എന്ന് പറയുന്നത് കണ്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അക്സെപ്റ്റൻസ് സ്റ്റേറ്റ് നമ്മൾ എഴുതുന്നത് എവിടെയാണ്? അക്സെപ്റ്റൻസ് സ്റ്റേറ്റ് എഴുതുന്നത് നമ്മൾ നമ്മുടെ ഫൈനൽ ഐറ്റം വരുന്ന സമയത്താണ് നമ്മൾ അക്സെപ്റ്റൻസ് സ്റ്റേറ്റ് നമ്മൾ എഴുതുന്നത്. ആ ഫൈനൽ ഐറ്റത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ ആയിരിക്കും അവിടെ വരുന്നത് അല്ലെ. ഓഗ്മെന്റഡ് പ്രൊഡക്ഷന്റെ ഫൈനൽ ഐറ്റം ആയിട്ട് വരുന്നതാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഓഗ്മെന്റഡ് പ്രൊഡക്ഷൻ കൊടുക്കുന്ന അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ റെഡ്യൂസ് മൂവ് എഴുതുന്നത് എന്തിനാണ്? എല്ലാ ഫൈനൽ ഐറ്റംസിന്റെ അവിടെ നമ്മൾ റെഡ്യൂസ് എന്നുള്ള മൂവ് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അതും ആക്ഷൻ പാർട്ടിലാണ് നമ്മൾ കാണിക്കുന്നത് റെഡ്യൂസ് എന്നുള്ള മൂവ്. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക? ആക്ഷൻ പാർട്ടിൽ നമ്മൾ ഷിഫ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലെ. S3 S4 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതായത് ഇപ്പം ഗോറ്റുവിലേക്കാണ് വരുന്നതെങ്കിൽ, അത് ക്യാപിറ്റൽ ലെറ്റർ വരുവാണെങ്കിൽ ഗോറ്റുവിൽ നമ്മൾ വെറും നമ്പേഴ്സ് ആണ് എഴുതുന്നത്. ആക്ഷനിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ അവിടെ ഷിഫ്റ്റ് എന്നുള്ള ഇത് കാണിക്കും, എസ് എന്നുള്ള ഇത് കാണിക്കും. അത് ഷിഫ്റ്റ് 3 ഷിഫ്റ്റ് 4 കണ്ടോ. അത് എസ് എന്നുള്ളത് ഷിഫ്റ്റ് ചെയ്യാനും R എന്നുള്ളത് റെഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ LR0 പാഴ്സിംഗ് ടേബിൾ എന്ന് പറയുന്നത്. ബാക്കി നമ്മൾ അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് അങ്ങോട്ട് എന്ത് ചെയ്യും? നമ്മൾ ഓരോരോ പാഴ്സിംഗ് ടേബിൾ നമ്മൾ നോക്കും. LR ഉണ്ട്, CLR, LALR അല്ലെ, SLR ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാം. താങ്ക് യു.